വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. വണ്ടി ഇവിടെ നിർത്തി, അവൻ ദേ നിർത്തി. ആ ജെയിംസേ, ആ എന്റെ ജെയിംസേ, എപ്പം നിന്നെ അന്വേഷിച്ചാലും പാടത്തും പറമ്പിലായിരിക്കുമല്ലോ. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ദേ ഇടയ്ക്കൊക്കെ എത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പാടില്ലേ? റെസ്റ്റ് എടുക്കുന്ന പറയാൻ വേണ്ടിട്ടാണോ ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമേറ്റാ അത് നടക്കൂല്ലെന്ന് പറയണ്ടേ? അതല്ലേ എന്റെ മര്യാദ. നീ ദേഷ്യപ്പെട്ടല്ലടാ, നീ പറഞ്ഞത് തന്നെയാ മര്യാദ. പക്ഷെ ഈ പറയുന്ന വിലയ്ക്ക് വാങ്ങുന്നവരെടുക്കട്ടെ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അല്ല, ചേട്ടൻ പറഞ്ഞു വന്നത് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന സെന്റിന് 1.5 എന്നത് കൂടുതലാണെന്നാണോ? ഇവിടെ അടുത്ത കച്ചവടം നടന്നേക്കണതേ അത്രയൊക്കെയാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ജെയിംസേ, അതൊക്കെ വർത്താനത്തിലുള്ളൂ. സംഗതി നടക്കുന്നതൊക്കെ അതിൽ താഴെയാ, അല്ലേടാ? ആ അതെ, ശരിയാ. അല്ല, ഇതാരാണ്? ആ, ഇത് ജോണി. ഇവൻ കുറച്ചുള്ളായിട്ട് എൻ്റെ കൂടെയുണ്ട്. മിടുക്കനാ. വിശ്വസിച്ചൊരാൾ കൂടെയുള്ളതേ എപ്പോഴും നല്ലതാ. ആ, ഞാൻ ജെയിംസ്. അറിയാം, ജോണിയേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ, എനിക്കിതിൻ്റെ പുറകെ അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റില്ല. ചേട്ടൻ ആലോചിച്ച് ന്യായമായ രീതിയിൽ ഇതങ്ങനെ നടത്തിയാൽ മതി. എൻ്റെ അപ്പൻ്റെ അടുത്ത കൂട്ടുകാരനാണേ. ദേ ഞാനൊരു നടക്കുന്ന വില പറയട്ടെ. ആ, ഇത് കൊള്ളാം. ചേട്ടൻ പറയേട്ടാ. സെന്റിന് 1.25 വെച്ചാണെങ്കിൽ പറ്റിയ പാർട്ടിയുണ്ട്. 1.25 എന്ന് പറയുമ്പോ നാളെ എനിക്ക് അബദ്ധം പറ്റി അല്ലെങ്കിൽ ചേട്ടന് അബദ്ധം പറ്റി എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടാവരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്, ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെ 100 പേരോട് ചോദിച്ചും പറഞ്ഞും എല്ലാം ഓരോ ബിസിനസ്സിന് വേണ്ടി അലയും. അതൊക്കെ എനിക്കറിയാം. ആ, ദൈവം സഹായിച്ച് ചിലത് നടക്കും, ചിലത് നടക്കില്ല. അല്ലാടാ ജോണി? അതെ അതെ. ശരി, ഇനി ഞാനായിട്ടങ്ങ് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ സെന്റിന് 1.25 രൂപ വെച്ച് ഈ സ്ഥലം കൊടുക്കാം. പിന്നെ ഇത് 1.5 ഏക്കറുണ്ട്. ഇതിൽ 50 സെന്റില് ഞാൻ ഈ കാണുന്ന വാഴ വെച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തുള്ള 1 ഏക്കർ സ്ഥലം ഞാൻ വിൽക്കാൻ തയ്യാറാണ്. എന്താ? ഓക്കെ, ഒരാഴ്ചക്കുള്ളിൽ പാർട്ടിയെ കൊണ്ട് ഞാൻ വരും. പാർട്ടി അങ്ങ് ഡൽഹി പോയിരിക്കുക. വന്നു കഴിഞ്ഞ ഉടനെ കാര്യങ്ങൾ നീക്കാം. എന്തു പറയുന്നു? മതി. അവർ വന്നു കഴിഞ്ഞിട്ട് മതി. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏറിയാൽ ഒരു 2 ആഴ്ച. അറിയാലോ, എനിക്ക് ഫണ്ടിന് അത്യാവശ്യമുണ്ടേ. മോൻ്റെ കാര്യത്തിനാണേ. എൻ്റെ ജെയിംസ്, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാ. എങ്കിൽ ഞങ്ങൾ ചെല്ലട്ടെ. ആ ശരി, കാര്യങ്ങൾ നടക്കട്ടെ. ശരി ചേട്ടാ. ആ ശരി. എടാ ജോണി, ഇതെന്റെ എത്ര നാളത്തെ ശ്രമമാണെന്ന് എനിക്കറിയാം. സെന്റിന് 1.5 ലക്ഷം അല്ലാതെ അതേ കുറഞ്ഞ് വിൽക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന ജെയിംസാ. എന്നിട്ട് ഇപ്പൊ 1.25 തരാൻ തയ്യാറായത്. അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞിട്ട് പോകുന്നില്ലേ, ഒരാഴ്ചക്കുള്ളിൽ ടോക്കൺ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അഡ്വാൻസ്, പിന്നെ ബാക്കി തോടി കൊടുത്ത് ആധാരം. 1,25,000 വെച്ച് 1 ഏക്കറിന് എത്രയാ വില? അത് ഈ 1,00,000. നിർത്തിയേ. 1,25,000 × 100 എത്രയാ? 1,25,00,000 രൂപ. എന്റെ കമ്മീഷൻ 2% വെച്ച് 2,50,000 രൂപ. 2,50,000 രൂപ? അതെ. നീ ഞെട്ടിയോ? പിന്നല്ലാതെ. ഞെട്ടിയോന്നാ? ശരിക്കും ഞെട്ടി.
ചേട്ടന്റെ മുമ്പിൽ ഞാൻ ശിശുവാണ് ട്ടാ. വെറും ശിശു. എത്ര പെട്ടെന്നാ കണക്കൂട്ടലുകൾ. ഇതൊക്കെ എന്ത്? പക്ഷെ ഇതൊന്നും അല്ല കളി. കളി നീ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ല അല്ലേ? ഇല്ല. എടാ, ഈ സ്ഥലത്തിന് പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുത്ത് കരാർ എഴുതും. 1 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ എന്ന വ്യവസ്ഥയിൽ. ഈ 1 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 2-2.5 ലക്ഷം രൂപ ചേട്ടന്റെ കയ്യിൽ അല്ലേ? ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. 10 ലക്ഷം രൂപ കൊടുത്താ ഞാനും ജെയിംസും തമ്മിൽ കരാർ എഴുതുന്നു, അതും എൻ്റെ പേർക്ക്. പിന്നെ 1 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ വില 1.5 ലക്ഷമായിരിക്കും. അതായത് എൻ്റെ കെയർ ഓഫിൽ ഈ സ്ഥലം വാങ്ങിക്കുന്ന ആൾക്ക് ഞാൻ ഈ സ്ഥലം 1.5 കൊടുക്കും. അത് നേരത്തെ പറഞ്ഞ ഡൽഹി പാർട്ടിക്കല്ലേ? ജെയിംസിന് 1.25 കൊടുത്തത് ഞാൻ 1.5 കച്ചവടം ചെയ്യുമ്പോൾ എനിക്ക് 1 സെന്റിൽ നിന്ന് കിട്ടുന്നത് എത്രയെന്നറിയാമോ? 25,000 രൂപ. 25,000 100 കൊണ്ട് ഗുണിച്ചു നോക്കി എത്രയാ? അത് 25,000 അത് ശരിക്ക് ഇൻഡു അല്ലേ ഗുണിക്കാൻ? അല്ല, പ്ലസ്. എടാ, 25 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപയാണോ 25ആണോ വലുത്? അല്ല, ഈ ലക്ഷങ്ങളെന്നൊക്കെ കേട്ടപ്പോഴല്ല ഞാൻ ഈ അതിന്റെ ഒരു ഇതിലേ, എന്നാലും ഇത്രയും ഞാൻ ചിന്തിച്ചില്ലേ ചേട്ടാ? ചിന്തിക്കണോടാ, കടന്ന് ചിന്തിക്കണം. അപ്പൊ ലാഭം കൊയ്യാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ 8-ാം അധ്യായം 19-ാം വാക്യം. അല്ല, ഈ ആദ്യം കരാർ എഴുതാൻ 10 ലക്ഷം രൂപ വേണ്ടേ? അത് ഞാൻ ഉണ്ടാക്കും. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ? ചേട്ടന്റെ ഈ ഡൽഹി പാർട്ടി പെട്ടെന്ന് എത്തി കാര്യങ്ങൾ ചടപടാന്ന് നടക്കട്ടെ, അത്ര എനിക്ക് പറയാനേ. നിന്നോടായതുകൊണ്ട് പറയാം, അവിടെയാണ് കുഴപ്പം. അങ്ങനൊരു പാർട്ടി ഇല്ല. അപ്പൊ പിന്നെ എടാ, ഈ കാര്യത്തിൽ നീ വെറും ശിശു തന്നെയാ. 10,10,000 രൂപ ഞാൻ ഇറക്കും. സെന്റിന് 1.5 ലക്ഷം വെച്ച് സ്ഥലം വാങ്ങാനുള്ള പാർട്ടിയെ ഞാൻ ഉണ്ടാക്കും. എങ്ങനെയുണ്ടടാ? കൊള്ളാം ചേട്ടാ, കൊള്ളാം. ഓ, കേട്ടിട്ട് തല പെരിക്കണ്. നീ വാ. സംഭവം എമൗണ്ട് ഇത്തിരി കൂടുതലാണ്. ഈ എമൗണ്ടിന് അയാൾ സമ്മതിക്കുവോ? പിന്നെ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അതും കൂടിയും പുള്ളി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ. നടക്കുമെങ്കിൽ ഒരുമിച്ച് നടക്കുള്ളൂ, അങ്ങനെ പാർട്ടി പറഞ്ഞേക്കാം. അവരുടെ ഒരു പാർട്ടി ദുബായിലുള്ളതുകൊണ്ടേ അയാൾക്ക് ചെറിയൊരു നോട്ടമുണ്ട് ഈ സ്ഥലത്ത്. ഇത് ഞാൻ പെട്ടെന്ന് ശരിയാക്കാം. എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയിട്ടേ അവരായിട്ടൊന്ന് സംസാരിക്കാം. കുഴപ്പമൊന്നും അതിന്റെ മൊത്തത്തിൽ നമുക്ക് എടുക്കാം. ഏയ് ജോണേട്ടാ, നിങ്ങളിത് എവിടെയായിരുന്നു? അല്ല, നിങ്ങളെന്താ ബിസി ആയി പോയോ? ചേട്ടൻ്റെ ഈ തിരക്കിനൊക്കെ ഇടയിൽ എന്നെ ഒന്നും മറന്നു കളയില്ലേട്ടാ. അല്ല, ഇതാരാ? ഇത് തോമസ്. ഇതും സഹായിയാണോ? അതെ. അല്ല, പറ്റ പാർട്ടിയൊന്നും ശരിയായില്ല, അതാ പിന്നെ ആ വഴിക്കൊന്നും വരാതിരുന്നത്. ചേട്ടനത് എന്തൊക്കെയായി പറഞ്ഞത്? എനിക്കൊരു എത്തുംപിടുത്തം കിട്ടുന്നില്ല. അല്ല, രജിസ്ട്രേഷനെങ്കിലും ഉണ്ടാവണം കേട്ടോ. അത് 1.25 ആക്കിയല്ലേ? അവൻ ജോണി പറഞ്ഞു അതിന് കമ്മീഷൻ കൂടാതെ നമ്മൾ പ്രത്യേകം കാണും. അല്ല, നിങ്ങൾ പറഞ്ഞ രീതി കുറച്ച് കൂടുതലാണ്. എൻ്റെ ജെയിംസെ, നീ കൂടുതൽ പറഞ്ഞ് എന്നെ കളിയാക്കണ്ട. എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല. വാക്ക് പാലിക്കാൻ പറ്റിയില്ലെന്നോ? അപ്പൊ എനിക്ക് എന്തെങ്കിലും ടോക്കണോ അഡ്വാൻസോ? ടോക്കണോ അഡ്വാൻസോ? അതെ. അതെന്ത് ചെയ്യും? ചേട്ടനെ കളിയാക്കാണോ? എഗ്രിമെന്റ് വെച്ച് പറഞ്ഞ ആ തീയതിക്കകം മുഴുവൻ പണം നിന്ന് രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിലേ തന്ന തുകയുടെ 50% എടുത്തിട്ടേ തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ കുറച്ചുകൂടി സമയം വേണോ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അതായത് 2 ആഴ്ച മുമ്പ് സാറിൻ്റെ അടുത്ത് വന്നേ 1 ഏക്കർ സ്ഥലം 1.25 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാമെന്ന് ആ ജോണിയായിട്ട് വന്ന് വാക്കുറപ്പിച്ച് പോകുന്നില്ലേ? അതെ. ആ പാർട്ടിക്ക് കാശൊന്നും റെഡിയായില്ല. അതാ പിന്നെ ജോണേട്ടൻ ആ വഴിക്ക് വരാതിരുന്നത്. ഇപ്പം സാറിന് മനസ്സിലായോ?
രണ്ടാഴ്ച മുമ്പ് ചേട്ടൻ്റെ കൂടെ വന്ന ആ ജോണിയില്ലേ? ഇല്ല, അവനിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അവനിപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വരാറില്ല. ചേട്ടൻ വെറുതെ ഇടയ്ക്ക് കയറി പറയല്ലേ. ഞാനൊന്ന് പറയട്ടെ, ആ ജോണി ഒരു പാർട്ടിയായിട്ട് വന്ന് എനിക്കൊരു ടോക്കൺ തന്നു, 10,000 രൂപ. ജോണിയേട്ടൻ ഭയങ്കര തിരക്കിലാണെന്നും ഫ്രീ ആവുമ്പോ എന്നെ വിളിച്ചോളൂന്നും ഡൽഹിയിലാണെന്നൊക്കെ അവൻ പറഞ്ഞു. എൻ്റെ സാറേ, ഇതൊന്നും ജോണേട്ടൻ അറിഞ്ഞിട്ടില്ല. കള്ള തിരുമാലി. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21 അധ്യായം 6 വാക്യം. പിറ്റേന്ന് അവരുമായിട്ട് വന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസും തന്നു. അവരുടെ പേരിൽ കരാറും എഴുതി. മറ്റന്നാ അവർ മുഴുവൻ കാശുമായിട്ട് വന്ന് രജിസ്ട്രേഷൻ നടത്താമെന്നും പറഞ്ഞു. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഹൈ, ചേട്ടൻ്റെ പാർട്ടിയാന്ന് പറഞ്ഞ പിന്നെ ഞാൻ പിന്നെ മറത്ത് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഞാനാണെങ്കിൽ മോൻ്റെ ഓഫീസിൻ്റെ വർക്കും അതിൻ്റെയൊക്കെ തിരക്കിലുമായിരുന്നു. അടുത്ത മാസം ഉദ്ഘാടനം നടത്തേണ്ടതാണേ. എൻ്റെ പാർട്ടി അല്ലത്. ഞാൻ വാക്ക് വലിക്കാൻ പറ്റാത്തത് കൊണ്ട് നിന്റെ മുമ്പിൽ വരാതെ മുങ്ങി കിടക്കുകയായിരുന്നു. അപ്പം ഇതിൽ കള്ളക്കളിയുണ്ട് തീർച്ച. ആരായിരിക്കും അവൻ്റെ കൂടെ ഉള്ളത്? ആ, എനിക്കറിയില്ല. അതൊക്കെ എനിക്കറിയാം. ഒരു സാരഥി കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഉടനെ അവനെ പൊക്കണം ചേട്ടാ. ദേ, പൊക്കാനും താത്താനും നിൽക്കണ്ട. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. ചേട്ടനൊന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇന്ന് കാലത്തൂടെ ജോണി എന്നെ കാണാൻ വന്നിരുന്നു. എന്തിന്? 1.25 പറഞ്ഞ സ്ഥലം 1.5 വെച്ച് തരികയല്ലേ. അപ്പൊ സെന്റ് ഒന്നിന് 10,000 രൂപ വെച്ച് 10 ലക്ഷം രൂപ അധിക കമ്മീഷൻ തരണമെന്ന് പറഞ്ഞ് ഇപ്പൊ തൽക്കാലം ഒരു 50,000 രൂപ മറിക്കാനുണ്ടാവുമെന്ന് ചോദിച്ചു. അതിലെന്തോ സൂക്കേട് തോന്നിയേ ഞാൻ. ഇനി രജിസ്ട്രേഷൻ 2 ദിവസമല്ലേ ഉള്ളൂ, അപ്പം ആകാമെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. ആഹാ, ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇവന്മാരെയൊന്നും അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ഞാൻ പോട്ടെ. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. സുഭാഷിതങ്ങൾ 28 അധ്യായം 18 വാക്യം. ഓ, വന്ന് ഒരുത്തനും വിശ്വസിക്കാൻ പറ്റാത്ത കാലായി. അതെ ചേട്ടൻ്റെ എല്ലാവരും ആ കൂട്ടത്തിൽ പെടുത്തരുത് കേട്ടോ. ഓ, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. എൻ്റെ ഒരു വിഷമത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. നീ വാ. അല്ല, അവര് ജെയിംസ് സാറിന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പേ നമുക്ക് വേറൊരാളെ ഉണ്ടാക്കിയാലോ? ആളൊക്കെ ഒരു അരമണിക്കൂർ മുമ്പ് റെഡിയാടാ. എടാ, ജെയിംസ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നില്ലേ? ആ, അത് ചേട്ടൻ ചേച്ചിയോടല്ലേ സംസാരിച്ചത്? ആ ജോണി പാരോച്ച കാര്യം അത് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൾ ഇങ്ങോട്ട് വന്നില്ലേ? ആ വിളിച്ച പാർട്ടി. ചേട്ടൻ കുറച്ച് മാറിയെന്ന് സംസാരിച്ചാരണേ, എനിക്കത് അങ്ങോട്ട് ശരിക്കും മനസ്സിലായില്ല. എന്നാലും ഇതെങ്ങനെ ശരിയായേട്ടാ? അതായത് ആ വിളിച്ച പാർട്ടി എന്നോട് മുമ്പ് കുറച്ച് സ്ഥലം വേണോന്ന് പറഞ്ഞിരുന്നു. തുടങ്ങിക്കോണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ അപ്പൊ തന്നെ വിസ്തരിച്ച് വള്ളി പുള്ളി വിടാതെ വിളിച്ചു പറഞ്ഞോണം. ഹോ, ഇങ്ങനെ ഒരു മനുഷ്യൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ. ശരിയാ. ഇനിയിപ്പോ ആള് ശരിയായ കാര്യം നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ? അല്ല, ഞാൻ വെറുതെ ഒരു രസത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. ഓ, രസത്തിന് ചോദിച്ചേ അത് പായസം ആകും. നല്ല ചക്കര പായസം. അപ്പൊ കുറച്ച് അതിന്ന് തിന്നണോന്ന് തോന്നും. മേരി, നീ എന്തൊക്കെയായി പറയണത്? അല്ല പിന്നെ എന്തിനെങ്ങനെ ആവശ്യമുള്ളോ ഇല്ലാത്തതൊക്കെ ചോദിക്കുന്നത്? അല്ല, അത് പിന്നെ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനേ. അയ്യോ, അങ്ങനെ ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് പഠിച്ചെടുക്കല്ലേ. എടി മേരി, നീ ഒന്നും മിണ്ടായിരുന്നേ. നിങ്ങളും മിണ്ടരുത്. ഒരാള് പഠിച്ച് തിരിച്ചു പഠിപ്പിച്ചതാ കുറച്ചു മുമ്പ് ഞാൻ ഫോണിൽ കൂടെ കേട്ടത്. എടി മേരി, നീ ഒന്ന് മിണ്ടായിരുന്നേ. നിങ്ങളും മിണ്ടരുത്. ഒരാള് പഠിച്ച് തിരിച്ചു പഠിപ്പിച്ചതാ കുറച്ചു മുമ്പ് ഞാൻ ഫോണിൽ കൂടെ കേട്ടത്. എടി മേരി, നീ ഒന്ന് മിണ്ടായിരുന്നേ. നിങ്ങളും മിണ്ടരുത്. ഒരാള് പഠിച്ച് തിരിച്ചു പഠിപ്പിച്ചതാ കുറച്ചു മുമ്പ് ഞാൻ ഫോണിൽ കൂടെ കേട്ടത്.
ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. പ്രഭാഷകൻ 28 അധ്യായം 17 വാക്യം. ചേച്ചി ചേച്ചി ആ ജോണിയുടെ കാര്യമല്ലേ പറഞ്ഞത്? അതെ, ആ എന്താ കേട്ടോ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. രണ്ട് ചേട്ടനോട് ചോദിച്ചു നോക്ക്. അത് ശരിയാ. ഇവനാണേലും എങ്ങനെയുള്ള ആളാണേലും കൊള്ളാം, നിർത്തേണ്ട അടുത്ത് നിർത്തണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അല്ല അതിപ്പോ ചേച്ചി ഈ ചൂടുവെള്ളമാണോ പൂച്ചവെള്ളമാണോ എന്നൊക്കെ തൊട്ടു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പൂച്ചവെള്ളോ? അല്ല ഈ പച്ചവെള്ളം. അല്ല ചേട്ടാ, ഈ ആള് ശരിയായ നിലയ്ക്ക് ആ ജെയിംസ് സാറിനെ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോ. പിന്നെ ടോക്കണും കൊടുത്ത് എഗ്രിമെന്റും എഴുതി അഡ്വാൻസ് കൊടുത്ത കാര്യത്തിന് നമുക്ക് ഇനി റോളില്ല. ഇല്ലെങ്കി ഇങ്ങനെ പറയട്ടെ. അത് ശരിയാടാ. അതായത് ഈ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാലേ തുടങ്ങി. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? അല്ല ചേച്ചി, എനിക്ക് പഠിക്കാലോ ചേച്ചി. എടാ തോമസേ, എന്താ ചേച്ചി? ഇനി ഒരുത്തനെ ഇങ്ങേര് ഒന്നും പഠിപ്പിക്കത്തില്ല. പഠിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദേ ചേച്ചി, ചേച്ചി ആ ജോണിയുടെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. എൻ്റെ തല പോയാലും ശരി, അവൻ ചെയ്തതുപോലെ ഞാൻ ചെയ്യില്ല. അല്ല ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അതിനെ പറ്റി പാർട്ടി വേണ്ടേ? അതിൻ്റെ കയ്യിലില്ലെന്ന്. ആ ഹലോ ഹലോ, ആരാ? ഛേ, കട്ടായി. ആരോ കരയുന്നു. കരയുന്നു? ആ ആ ഇപ്പൊ വിളിച്ചവനെ റിംഗ് ടോൺ കേട്ടതായിരിക്കും. ഇവൻ ആരടാ? എടാ വിളിച്ചോണ്ട് റിംഗ് ടോൺ ഇവിടെ കേൾക്കണമെങ്കിലേ വിളിച്ചവനെ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കണ്ടേ? ഇത് അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചതല്ലേ? ഓ ശരിയാണല്ലോ. ആ എങ്കിൽ പിന്നെ അങ്ങോട്ട് വിളിയാട്ടാ. എന്തിനാ റിംഗ് ടോൺ കേൾക്കാനോ? ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വിളിച്ചോളൂ. അല്ല ജോണേട്ടാ, ആ ജെയിംസ് സാറിന്റെ അപ്പനും ജോണേട്ടനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ, അതിന് മണ്ടത്തരം വല്ലതും ആണെങ്കിലേ എന്റെ വായിലിരിക്കുന്ന നീ കേൾക്കും. ആ മേരി, അവൻ പറയട്ടെ. തുടക്കക്കാർക്ക് അവസരം കൊടുക്ക്. മുളയിലെന്നുള്ളല്ലേ നീ പറയും. ആ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് ഈ ജെയിംസ് സാറ് ആ ജോണിയുടെ പാർട്ടിയോട് സ്ഥലം കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ജെയിംസ് കോടതി കയറണം. ആ അതേടാ, അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയിരിക്കല്ലേ ജെയിംസ്. അപ്പോ അങ്ങനെ പറഞ്ഞ അവര് ജെയിംസിനെതിരെ കേസ് കൊടുക്കും. ആ കൊടുക്കട്ടെ. ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പറഞ്ഞ വാക്ക് പാലിക്കുന്നതിനായി ഞാൻ കോടതി കയറാൻ തയ്യാറാണെങ്കിലോ? എന്തേ പറയ്, അതിന് ചേട്ടന് വിരോധമുണ്ടോ? ജെയിംസേ, നീ എന്തൊക്കെയാ പറയണത്? ചേട്ടാ, ഇപ്പം നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെയാ ഞാൻ അവരോടും പറഞ്ഞത്. എൻ്റെ സ്ഥലം ഞാൻ കൊടുക്കുന്നില്ലെന്ന്. അപ്പം അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളുടെ അസിസ്റ്റന്റ് കോണി എനിക്കെതിരെ കേസും കൊടുക്കുന്നു. കൊടുക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പം പിന്നെ തുടങ്ങിയില്ലേ ഭീഷണി വെല്ലുവിളിയൊക്കെ. ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ. ചേട്ടൻ്റെ സഹായി ആ കോണിയുടെ കാര്യം പറഞ്ഞത്. കോണിയല്ല സാറേ, ശരിക്കും ജോണി എന്ന പേര്. അറിയാമടോ, അവന് പറ്റി പേരല്ലേ വിളിക്കാൻ പറ്റൂ? എൻ്റെ സ്ഥലം വാങ്ങി ഫ്ലാറ്റ് കെട്ടാൻ വന്ന പാർട്ടിയോട് ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ സ്ഥലം തരില്ലെന്ന് പറഞ്ഞത് വിശ്വാസവഞ്ചനയല്ല, പറഞ്ഞ വാക്ക് പാലിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണെന്ന്. കേസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ജയിലിൽ കിടക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന്. എന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് കേസിനും പ്രശ്നങ്ങൾക്കും താല്പര്യമില്ലെന്ന്. അവർക്ക് അവരുടെ കാശ് തിരികെ കിട്ടിയാൽ മതിയെന്ന്. അപ്പം തന്നെ ഞാൻ അവരുടെ 10,10,000 രൂപ തിരികെ കൊടുത്തു. അവർക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരെന്നോട് സോറിയും പറഞ്ഞു. സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ചേട്ടന് സമ്മതമാണെങ്കിൽ ആ കമ്പനിക്ക് തന്നെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടൻ എന്ത് പറയുന്നു? ജെയിംസേ, തെറ്റെൻ്റെ ഭാഗത്തുണ്ട്. ദേ അതൊന്നും ഇനി പറയണ്ട. ചേട്ടൻ്റെ പാർട്ടി റെഡി ആയില്ലെന്നുള്ള കാര്യം അന്ന് തന്നെ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ പുകിലൊന്നും ഉണ്ടാവില്ലായിരുന്നു. സാറേ, ഇത് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാ. ഉള്ളതുപോലെ തന്നെ ജെയിംസ് സാറിനോട് പറയാൻ. അതെ അതെ, ഇവൻ പറഞ്ഞതാ. ഒളിച്ചു നടക്കണ്ട, ഉള്ള കാര്യം പറയാന്ന്. ആഹാ,
അപ്പൊ നീ കുഴപ്പക്കാരനല്ലല്ലേ? തോമസേ, അതാ വേണ്ടത്. വളഞ്ഞ വഴി എന്നായാലും കുഴിയിൽ ചാടിക്കും. നേരായ വഴിയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ല, അപ്പൊ അവൻ ജോണി എൻ്റെ സ്ഥലത്തിൻ്റെ കച്ചവടം കഴിയുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് അവൻ 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് കഴിഞ്ഞവൻ ഇതേ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു 50,000 രൂപയ്ക്ക്. കച്ചവടം കഴിയുമ്പോൾ കമ്മീഷന് കുറച്ച് കൊടുത്താൽ മതിയെന്ന്. അന്നെന്തോ എനിക്കത് കൊടുക്കാൻ തോന്നിയില്ല. ഈ സ്ഥലം ഞാൻ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കമ്പനി അവരുടെ കാശ് അവനോട് തിരികെ ചോദിച്ചു. അപ്പം അവരിൽ കാശില്ല. അവരവനെ കയ്യോടെ കാറിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ ജെയിംസേ, അത് വേണ്ട. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കുറച്ച് നേരത്തെ എനിക്കൊരു ഫോൺ വന്നിരുന്നു. അവനായിരിക്കോ കരഞ്ഞത്? ദേ, നീ അവരുടെ നമ്പർ ഒന്ന് തന്നേ. ഹലോ ഹലോ, ഇതാരാ? എൻ്റെ പേര് ജോൺ. ആ ജോണി എൻ്റെ അതെ, ഒരു മിനിറ്റ്. ജെയിംസ്, ആ സ്ഥലം അവർക്ക് തന്നെ കൊടുക്കാൻ നിനക്ക് സമ്മതമല്ലേ? അല്ലെങ്കിൽ അവരവനെ ഉപദ്രവിക്കും. ചേട്ടാ, ചേട്ടന് സമ്മതമാണെങ്കിൽ പിന്നെ എനിക്കെന്താ സമ്മതക്കുറവ്? അതെ അതെ, ആ ജോണി ഇടപാടാക്കിയ സ്ഥലം നിങ്ങൾക്ക് തന്നെ തരാം. നാളെ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ ജെയിംസിൻ്റെ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് സംസാരിക്കാം. ഓ ശരിയെന്ന്. അവരവനെ ഇപ്പം തന്നെ വിടാമെന്ന് പറഞ്ഞു. ജോണേട്ടാ, നന്ദിയുണ്ട് ജോണിയേട്ടാ, നന്ദിയുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. ക്ഷമിക്കും ജെയിംസ് ഏട്ടാ. നീങ്ങ് വാ. എനിക്ക് കമ്മീഷനും വേണ്ട, ഒന്നും വേണ്ട. അവരുടെ നിന്ന് വാങ്ങിച്ച 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് തന്നാ മതി. എങ്ങനെയെങ്കിലും തെണ്ടിയിട്ടാണെങ്കിലും ഞാൻ തിരിച്ചു തന്നോളാം. എന്റെ മോനെ, നീ കേട്ടിട്ടില്ലേ? ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെയും ചാടിയാ ചട്ടിയിൽ. എനിക്ക് മനസ്സിലായി ചേച്ചി. എന്ന് കരുതി കുത്തല്ലേ, ചവത്ത് കുത്തല്ലേ. കുറച്ചു മുമ്പ് ഇടിയും ചവിട്ടും കുത്തും എല്ലാ ആവശ്യത്തിനും കിട്ടിയതാ. മേരി, നീ ഒന്നും മിണ്ടാതിരുന്നു. എടാ, നിന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചോ? ചേട്ടൻ എന്നെ ആ സമയത്ത് വിളിച്ചില്ലായിരുന്നു വെച്ചെങ്കിലുണ്ടല്ല, അവരെന്നെ ഓർക്കാനും കൂടി വയ്യ. അല്ല, പിന്നെ ഞാൻ പോട്ടെ. നീ എവിടെ പോണു? അല്ല, ചേട്ടനെ സഹായിക്കാൻ ജോണി ഉണ്ടല്ലോ. നീ എവിടെയും പോണ്ട. രണ്ടുപേരും ജോണന്റെ അടുത്തും വലതും നിന്നേ ബിസിനസ് ഉഷാറാക്കണം. അതും പരസ്പരം പാര വെക്കാതെ. ആ കമ്പനിക്കാരുടെ ഇവന്റെ ഇടപാട് നാളത്തേക്ക് ആക്കണ്ട, ഇന്ന് തന്നെ തീർത്ത് കളയാം. നിങ്ങൾ വാ. ജെയിംസ് ഏട്ടാ, ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല. മരിച്ചിട്ട് മറന്നാലും കുഴപ്പമില്ല, ജീവിച്ചിരിക്കുമ്പോ മറക്കാതിരുന്നാ മതി. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.